ഹായ് നമസ്കാരം. പിന്നെ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ കാണാം. എന്താ, ശംഖുമുഖം കടപ്പുറത്താണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രതീക്ഷമായി നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ശരി, നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ശംഖുമുഖം കടപ്പുറത്ത് പോയപ്പോൾ അങ്ങനെ വല ഇട്ട് മീൻ പിടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. നമ്മൾ ശരി നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ പോയി പാമ്പ് ഓരോ നീളത്തിൽ കിടക്കുന്നതാണെന്നാണ് ഈ വലയുടെ കയറ്. ഈ കയറ് നമ്മൾ വലിച്ച് ഏകദേശം 1000 മീറ്റർ, അതായത് 1 കിലോമീറ്ററോളം സൈഡിലേക്ക് ഈ കയറിന് തന്നെ നീളമുണ്ട്. അത് കഴിഞ്ഞ് വലയുണ്ട് ഏകദേശം 1 കിലോമീറ്റർ. മൊത്തത്തിൽ ഒരു 3 കിലോമീറ്റർ നീളം കാണും ഈ വല നേരെ ഇട്ട് കഴിഞ്ഞാൽ. ഇത്ര വലിയ വലയാണ്. ഞാൻ ചെന്നപ്പോൾ ഏകദേശം വലയുടെ പകുതി ഭാഗങ്ങളോളം കരയിലേക്ക് വലിച്ച് കയറ്റിയ ശേഷമാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. ചുരുട്ടി വെച്ചിരിക്കുന്ന എല്ലാം കയറാണ്. നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അപ്പോൾ ഹെൽമെറ്റൊക്കെ താത്ത് വയ്ക്കുക. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റൊക്കെ താത്ത് വെച്ചിട്ട് വലയിൽ പിടിക്കുക എന്ന് വിചാരിച്ചു. തലയിൽ കെട്ടം കെട്ടി നിൽക്കുന്ന ആളാണ് എന്നോട് പറഞ്ഞത്. ഹെൽമെറ്റൊക്കെ താഴെ വയ്ക്കുക, അന്ന് വലയിലൊന്ന് പിടിച്ച് വലിക്കുക, ഹെൽപ്പ് ചെയ്യും, സഹായിക്കുന്നു. ശരി, ഞാൻ വിചാരിച്ച് ആരൊക്കെ നോക്കിയേക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് വിചാരിച്ചു. ഞാൻ ഹെൽമെറ്റൊക്കെ താഴെ വെച്ച് ഞാനും വലയിൽ പിടിച്ചു തുടങ്ങി. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങൾ എന്തൊരു പാടാണെന്നറിയാമോ. നമ്മൾ സാധാരണ കാണുമ്പോൾ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കും. വലിച്ചു നോക്കണം, അപ്പോൾ അറിയാം അതിൻ്റെ കഷ്ടപ്പാട്. അതായത് തിര അങ്ങോട്ട് വല എടുത്ത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത്. അപ്പം അത്ര പവറുണ്ടാവണം ആ വല വലിച്ച് കയറ്റണമെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെ. ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെ പലരോടെ വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും വലിച്ച് ഏകദേശം വല കരയ്ക്ക് എത്തിയിട്ടുണ്ട്. ഒരു വല, അതായത് കയറിൻ്റെ എൻഡ് കഴിഞ്ഞ് വല ഏകദേശം കുറേ ദൂരം ഉണ്ടായിരുന്നു. അത് വല ഏകദേശം നമ്മുടെ തിരയോടെ അടുത്ത് കരയോടടുത്ത് വന്നു കഴിഞ്ഞ് ഏകദേശം വല കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഇത്രയും വെയിറ്റ് നമ്മൾ വലിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായതുകൊണ്ട് നിറയെ മീൻ കാണുമെന്നൊക്കെ വിചാരിച്ചു. ഉണ്ടായിരുന്നു, നിറയെ മീനില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, എല്ലാം കണ്ണിലിട്ടാൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ചെറിയ പൊടി മീനുകളായിരുന്നു. അതിൽ അവരുടെ അത്രയും പേരുടെ എഫേർട്ടും കഷ്ടപ്പാടുകളും കൊണ്ട് 3 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുള്ള പ്രതിഫലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറും പൊടി മീൻ എന്ന് പറഞ്ഞാൽ വെറും പൊടി മീൻ മാത്രം. വലിയ മീനെന്ന് പറയാൻ ഒന്നുകൂടി അതിനകത്തില്ലായിരുന്നു. എന്ത് ചെയ്യാൻ, സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടിയത് വരച്ചതും കഷ്ടപ്പാടും എല്ലാം വെറുതെ പോയി. ഞാനും നിരാശനായി. അവരെന്നോട് പറഞ്ഞത് മീനുണ്ടെങ്കിൽ വലിയ മീനൊന്നല്ല, വലയിൽ പിടിച്ചാൽ മീൻ തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ മീനുകളൊന്നും അതിലില്ലായിരുന്നു. തീരെ പൊടിയെന്ന് പറഞ്ഞാൽ തീരെ പൊടിയായിരുന്നു. ആ പൊടി മീനുകൾ നമുക്ക് കണ്ടോ, അവർ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നുമില്ല, അത് തീരെ പൊടി മീനുകൾ. അതിനിടയ്ക്ക് ഒരു ബലൂൺ പോലൊരു മീൻ, അതായത് കണ്ട, അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ബലൂണാന്ന് തോന്നും. അതേപോലെത്തേക്ക് അത് ശത്രുക്കളെ കാണുന്ന വീർത്ത് ബലൂണ് പോലെ ആകുന്നൊരു മീനാണത്. അതൊരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കോലമീനുകൾ, ഒരു 4-5 കോലമീൻ, ഇതൊക്കെ മാത്രം എടുത്തിടുന്നു. ഇത് മാത്രമൊക്കെ ഉള്ളായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു. ഈ മീൻ തന്നെ ഒരു പൊടിമീൻ മാത്രം ഒരു 3 കൊട്ടയിലാക്കി 3 കൊട്ട മീൻ മാത്രം ഉണ്ടായിരുന്നു. അവരുടെ കഷ്ടപ്പാട് വെറുതെയായി. ഞാനും പോയി അതിലൊരു കുറഞ്ഞതൊരു 10-15 മിനിറ്റ് അതിൽ കിടന്ന് ബലം പിടിച്ചത് വെറുതെ. ഇതായി കാണുന്നത് മാത്രമാണ് അവസാനം കിട്ടിയത്. ഇതിനിടയ്ക്ക് പൊടിമീൻ തിന്നാൻ കുറേ കാക്കകളും കുറേ കൊക്കുകളും അവിടെ അടിയോടടി പരസ്പരം അടി വരെ ഉണ്ടായി. 2 പേരും കൊക്കും കാക്കയും തമ്മിൽ. അങ്ങനെ കഷ്ടപ്പാട് വെറുതെ. നമുക്ക് വെറുതെ ആയെങ്കിലും കൊക്കുകൾക്കും കാക്കകൾക്കൊന്നും കഷ്ടപ്പാട് വെറുതെ ആയില്ല. അവർ കണ്ടുകൊണ്ട് നിന്ന് അവർക്ക് തീറ്റ കിട്ടുകയും ചെയ്യും. എന്താ, അങ്ങനെ അപൂർവമായൊരു കാഴ്ചയായിരുന്നു എനിക്ക്. മീൻ വല പിടിച്ച് കയറ്റണം എന്നുള്ളത്
നമ്മുടെ നിയോഗമായിരുന്നു. നമ്മളും അതിലൊരു പങ്കാളിയായി. അങ്ങനെ ഇന്നത്തെ ശംഖുമുഖത്തെ മീൻപിടുത്തം കഴിഞ്ഞു. അവസാനം 3 കൊട്ടയും 4 പേരും. ഇത് മാത്രമാണ് മിച്ചമാണ്. അങ്ങനെ അവിടെ നിന്നും ഞാൻ തിരിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതുപോലെ നല്ല നല്ല വീഡിയോകൾക്കായി വീണ്ടും കാണാം.